അങ്ങനെ ഒരു അലംഭാവം, ഒരു ലാഘവത്വം ഒക്കെ ഉണ്ടാകേണ്ട ഒരു മേഖലയാണോ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്? അവസാനത്തെ പരിശോധനയും നടത്തി ഏതെങ്കിലും ഒരു ജീവൻ അവശേഷിക്കുന്നുണ്ടോ എന്നത് പരിശോധിച്ചു പോകേണ്ടതിന്റെ ഉത്തരവാദിത്തം മറ്റാരേക്കാളും ആ മേഖലയിലുള്ളവർക്ക്, ആ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്ക് സ്വാഭാവികമായി ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായും ഉണ്ടാവേണ്ടതാണ്. ഈ ഗോൾഡൻ അവർ എന്നാണ് അതിന് പറയുന്നത്. അതായത് ഈ എന്ത് അപകടമുണ്ടായാലും ആദ്യത്തെ 8 മണിക്കൂറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 24 മണിക്കൂർ വരെ അത് അതിപ്രധാനമായിട്ടുള്ള സമയമായിട്ട് തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഈ GPS ലൊക്കേഷൻ ഇവിടെയാണെന്ന് പറയുന്നു, ലോറിയുടെ ഉടമ ഈ GPS ലൊക്കേഷൻ ഇവിടെയാണെന്ന് പറയുന്നു, ഇത് ബന്ധുക്കൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിക്കുന്നു. ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ടും വേണ്ടത്ര ഒരു ശ്രദ്ധ അവിടെ വന്നിട്ടില്ല രക്ഷാപ്രവർത്തനത്തിന് എന്നുള്ളതാണ്. ഇവിടെയാണ് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഒരു സംവിധാനം, ഇപ്പോൾ ദുരന്ത നിവാരണ രംഗത്ത് നമ്മൾ മുൻകൂട്ടി ഇത് ലഘൂകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അത് തടയുന്നതിനും ഒരു വലിയ രീതിയിലൊരു പുരോഗതി ഉണ്ടായിട്ടില്ല പല രംഗത്തും എന്നുണ്ടെങ്കിൽ പോലും ദുരന്തം നടന്നു കഴിഞ്ഞിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും നമ്മളൊരു മാതൃകയായിട്ട് തന്നെ നിൽക്കുന്നു നമ്മുടെ സംസ്ഥാനം എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ ഇവിടെ മറ്റേ സഹോദരൻ്റെ പേര് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം വളരെ വികാരഭരിതനായി അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അത് ഏറ്റവും ശ്രദ്ധയോടുകൂടി ഭരണകൂടങ്ങൾ കേൾക്കേണ്ട വാക്കുകളാണ് ആ സഹോദരൻ്റെ. കാരണം ഈ ദീർഘദൂര യാത്രയ്ക്ക് ഇപ്പം 3 ദിവസം കൊണ്ട് 3000-ൽ പരം കിലോമീറ്റർ യാത്ര ചെയ്തു വന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ആ ദീർഘദൂര യാത്രക്കാർക്ക് ഇടത്താവളങ്ങൾ വേണമല്ലോ. ഈ ഒരു ഹോട്ടൽ മുറി എടുക്കാനോ അല്ലെങ്കിൽ അവിടെ ഈ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ ഒരു പക്ഷേ ധനസ്ഥിതി അനുവദിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവർ ഈ തുറസായ സ്ഥലത്ത് നീർച്ചാലികളിലെ വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണവും കഴിച്ച് വളരെ സങ്കടകരമാണ്. അപ്പോൾ അവിടെ ഒരു ഈ നാഷണൽ ഹൈവേയിൽ ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഇടത്താവളങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും മനുഷ്യാവകാശ കമ്മീഷനും ഇതിൽ തീർച്ചയായിട്ടും ഇടപെടാവുന്നതാണ്. ആ സഹോദരൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കേണ്ടതാണ്. അതുപോലെ മാധ്യമങ്ങൾ ഇതിനകത്ത് പ്രത്യേകിച്ച് മാതൃഭൂമി ഇതിനകത്ത് ഇടപെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും അത് വളരെ ശ്രദ്ധാപൂർവം അതിനെ ഈ വാർത്തയെ പിന്തുടരുകയും ചെയ്തതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരം സ്ലോപ്പുകളിൽ, ഇത്തരം ചെങ്കുത്തായ സ്ഥലങ്ങളിൽ ഈ റോഡ് നിർമ്മാണം എന്ന് പറയുന്നത് പലയിടങ്ങളിലും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഇവിടെ കേരളത്തിലും ധാരാളം ഇടത്ത് ഇത് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഒരു സംസ്ഥാനവും അതിനകത്ത് ഒരു മുക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതേ രീതിയിലുള്ള കഴിഞ്ഞ ദിവസം എല്ലാം ഈ പറയുന്നത് പോലെ റോഡിന്റെ ഇരുവശവും ഇടിഞ്ഞ് മണ്ണ് വീഴുകയാണ്. അവിടെ യാത്രാ നിരോധനമാണ്. ഒരു വലിയ മലയാണ് ഒരു കോൺക്രീറ്റ് പാളി കൊണ്ട് നമ്മൾ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. അതെ. അപ്പോൾ ഈ റീറ്റെയിനിങ് വാളുകൾ, അതായത് ഇങ്ങനെ സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടാമെന്നുണ്ടെങ്കിലും അത് എല്ലാ മലഞ്ചെരിവുകളിലും ഇത് പ്രായോഗികമല്ല. ചിലയിടത്ത് ഈ പുല്ല് വെച്ച് പിടിപ്പിച്ചാൽ മതിയാവും, അത് ആ മല സംരക്ഷിക്കാൻ പറ്റും. ഈ ഇതുണ്ടല്ലോ രാമച്ചം ചില സ്ഥലത്ത് പ്രയോജനപ്പെടുന്നത്, അത് എല്ലാ സ്ഥലത്തും അത് പ്രയോജനപ്പെടില്ല. അപ്പോൾ ഓരോ മലഞ്ചെരുവിനും അനുയോജിച്ച രീതിയിൽ നമ്മൾ അതിന് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായിട്ടും ദുരന്ത നിവാരണത്തിലെ പാളീച്ചകൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ള രീതിയിലും നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ കാണേണ്ടതുണ്ട്. ഈ ദുരന്ത നിവാരണ ആക്റ്റിൽ തന്നെ പറയുന്നത് 2005-ലാണ് ഇത് പുറത്തു വന്നത്. അതിനനുസരിച്ച് മനുഷ്യജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും കോട്ടം വരുന്ന എന്തിനേയും അതിന് വേണ്ടത്ര നടപടികൾ എടുത്തില്ലെങ്കിൽ അത് ശിക്ഷാർഹമാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് 10ാമത്തെ ചാപ്റ്ററിൽ. അപ്പോൾ ഇത് ശിക്ഷാർഹമായ ഒരു നടപടി തന്നെയാണ്. ഒരു മനുഷ്യജീവൻ ഒന്നല്ല, ഇവിടെ നിരവധി വാഹനങ്ങൾ, ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതായത് ഈ വാർത്ത ചൊവ്വാഴ്ച അറിഞ്ഞതിന് ശേഷം അവിടെ എത്ര വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്, എത്ര പേര് കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളത് അറിയാതെ പോയി എന്ന് ഇവിടെ സൂചിപ്പിച്ച് കേട്ടു. എനിക്ക് പേര് വായിക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ
കാണാൻ പറ്റുന്നില്ല ഈ വാർത്ത. അവിടെ ഈ 7 പേരേ ഉള്ളൂ എന്നുള്ള നിഗമനത്തിലെത്തിയത് കൊണ്ട് കുറച്ച് ലാഘവ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്തു എന്നൊരു സംശയം പ്രകടിപ്പിച്ച് കേട്ടു. ഈ CCTV നാഷണൽ ഹൈവേ അല്ലേ, CCTV എല്ലായിടത്തും കാണില്ലേ? എത്ര വാഹനങ്ങൾ അതിലെ കടന്നുപോയി അവിടം വരെ എത്തി, എത്ര വാഹനങ്ങൾ അത് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് നോക്കിയാൽ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു അവധാനത കുറവ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു മനുഷ്യജീവൻ്റെ ഒന്നല്ല, നിരവധി ജീവനുകൾ. അതുപോലെ അദ്ദേഹം സൂചിപ്പിച്ച രീതിയിലുള്ള സൗകര്യങ്ങൾ, ഇപ്പം സ്ത്രീകൾ ഉൾപ്പെടെ പലരും ഈ ഹെവി വെഹിക്കിൾസ് ഓടിക്കുന്ന ഒരു കാലമാണിത് അല്ലേ? ദീർഘദൂര ഓട്ടങ്ങൾക്കെല്ലാം യാത്രയ്ക്കെല്ലാം ഈ സ്ത്രീകളും ഡ്രൈവർമാരായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വിശ്രമിക്കാനും ഒന്ന് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനും മലമൂത്ര വിസർജനത്തിനും കുളിക്കാനോ ഒന്ന് ഇരിക്കാനോ ഒക്കെ ഉള്ള സംവിധാനം, അതിനൊക്കെ നമ്മുടെ സംവിധാനം ഏറെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ജീവൻ പെട്ടുകിടക്കുന്നു എന്ന നിലവിളി അവരുടെ പ്രിയപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും അതിനോടും നിസ്സംഗതയോടെ പെരുമാറാൻ കഴിയുന്ന സംവിധാനത്തെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പോവുകയാണ്.